പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലാണ് മത്സരിക്കുന്നത്, യു പിയിൽ. ആ വാരണാസിക്ക് അപ്പുറത്ത് മറ്റൊരു മണ്ഡലത്തിൽ കൂടി അദ്ദേഹം മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് വളരെ നാളത്തെ പഴക്കമുണ്ട്. അത് ആദ്യമൊക്കെ നൽകിയിരുന്നത് പ്രാദേശിക മാധ്യമങ്ങളായിരുന്നു. ആദ്യം അത് നൽകിയത് തമിഴ്നാട്ടിലെ ചില പത്രങ്ങളായിരുന്നു, പിന്നീട് അത് നൽകിയത് കേരളത്തിലെ ചില മാധ്യമങ്ങളായിരുന്നു. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചിരിക്കുന്നു. വാരണാസിക്ക് അപ്പുറം നരേന്ദ്രമോദി ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കും, ഇല്ലെങ്കിൽ വാരണാസി ഉപേക്ഷിച്ച് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അതിൽ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിലെ 3 മണ്ഡലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. നേരത്തെ 2 മണ്ഡലങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അതിലൊന്ന് തമിഴ്നാട്ടിലെ രാമനാഥപുരമാണ്, രാമേശ്വരം സ്ഥിതി ചെയ്യുന്ന രാമനാഥപുരം. മറ്റൊന്ന് പത്മനാഭന്റെ മണ്ണായ തിരുവനന്തപുരമാണ് കേട്ടിരുന്നെങ്കിൽ. ഇപ്പോൾ കേൾക്കുന്നത് തെലങ്കാനയാണ്. തെലങ്കാനയെ സംബന്ധിച്ച് BJP കഴിഞ്ഞ തവണ 4 ലോക്സഭാ അംഗങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് തെലങ്കാന. ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു സീറ്റിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ദേശീയ മാധ്യമങ്ങളും അത്തരത്തിൽ തന്നെയാണ് വാർത്തകൾ നൽകുന്നത്. വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്തകൾ നൽകുന്നത്. ഏതായാലും കാശി മധുര സംഗമമൊക്കെ അനവധി തവണ നടത്തിയിരുന്നു. അതിലൊക്കെ പ്രധാനമന്ത്രി സജീവമായി പങ്കെടുത്തിരുന്നു. അനവധി വട്ടം ദക്ഷിണേന്ത്യ സന്ദർശിച്ചിരുന്നു. ഇനി ഈ വരുന്ന ജനുവരി 2-ന് അദ്ദേഹം വീണ്ടും തൃശ്ശൂർ എത്തുന്നുണ്ട്. ഏതായാലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP വളരെ നാളായി തന്നെ ആസൂത്രണം ചെയ്യുന്ന, പ്ലാൻ ചെയ്യുന്ന പദ്ധതികളുടെ ഭാഗമായി തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തിയേക്കാം. ഇന്നലെ പ്രകാശ് ജാവേദ്കർ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കും, തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ്. ഏതായാലും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കും. ഏതായാലും തമിഴ്നാടിനും കേരളത്തിനും പുറമെ തെലങ്കാനയിൽ ആണ് ഒരു സാധ്യതയുള്ളത് എന്നാണ് വന്നിരിക്കുന്നത്. ഏതായാലും ദക്ഷിണേന്ത്യയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന. ന്യൂസ് ഡെസ്ക് മലയാളം.